അപ്പോൾ നമസ്കാരം. ഞങ്ങൾ കുതിരയുമായി രണ്ടാം ഘട്ട യാത്രയിലാണ്. അപ്പോൾ ആദ്യ റൗണ്ട് വന്നപ്പോൾ അങ്ങേ കാണാൻ കഴിഞ്ഞില്ല. വടകരയിൽ വെച്ച് കാണാമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങ് വളരെ അപ്രതീക്ഷിതമായി തൃശ്ശൂരിലേക്ക് എത്തുന്ന ഒരു മാസ് എൻട്രി ആയിരുന്നു ആ സമയത്ത്. അതിൻ്റെ തിരക്കിലായത് കാരണം എങ്ങനെയുണ്ട് തൃശ്ശൂർ? നന്നായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇവിടെ വന്നിറങ്ങി മുതൽ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം വരെയുള്ള എല്ലാ ദിവസങ്ങളിലും നല്ലൊരു പിന്തുണ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. എതിർ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഒരു ശക്തമായ എതിർപ്പിൻ്റെ ലക്ഷണമൊന്നും കണ്ടിട്ടില്ല. ഞാൻ പലയിടത്തും പോയി വോട്ട് ചോദിക്കുമ്പോഴൊക്കെ തികച്ചും അനുകൂലമായി അത് എല്ലാം കിട്ടണമെന്നില്ല എങ്കിലും ഒരു സാധാരണ ഒരു ഇലക്ഷൻ രംഗത്തുണ്ടാവുന്ന അത്രയൊരു ടെൻഷനൊന്നും ഈ തവണ ഉണ്ടാവുന്നില്ല. ഞാൻ നമുക്ക് ഇരുന്നോണ്ട് സംസാരിക്കുന്നു. നമുക്കൊരു 10 മിനിറ്റ് എനിക്ക് എന്തായാലും സമയം വേണം. അതായത് നമുക്ക് ഒട്ടേറെ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഒരുപാട് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്കൊന്നിരിക്കാം. ഈ നിയമത്തെത്തുന്ന സമയത്തും ഇതേപോലൊരു മാസ് എൻട്രി ആയിരുന്നു. ആ നിയമത്തെത്തുമ്പോഴുള്ളൊരു അവസ്ഥയാണോ ഇപ്പോൾ തൃശ്ശൂരിലെത്തുമ്പോൾ? നിയമത്ത് ഒരു വ്യത്യാസമുള്ളത്, നിയമത്ത് സംഘടനാപരമായി പാർട്ടി വളരെയധികം ദുർബലമായിരുന്നു. കാരണം 2011-ലും 2016-ലും ഉണ്ടായ അതിശക്തമായ തിരിച്ചടിയെ തുടർന്ന് ഒരു പാർട്ടി ഏതാണ്ട് ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു. രണ്ടാമത്തെ ഒരു ഘടകം, പാർലമെൻറ്റ് ഇലക്ഷനിൽ ശശി തരൂർ ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത വോട്ടിന് ജയിച്ചപ്പോൾ 10,000 വോട്ട് നിയമത്ത് മൈനസായിരുന്നു. അപ്പോൾ ഒരു ലോക്സഭാ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി വന്നു, ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ടായി. അവിടെയൊക്കെ UDFൻ്റെ മുന്നേറ്റം ഉണ്ടായപ്പോൾ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതിരുന്ന ഒരു മണ്ഡലത്തിൽ എങ്ങനെ ജയിക്കാൻ കഴിയും? അതായിരുന്നു പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ആശങ്ക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് ഒരു ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ പരാജയപ്പെട്ടെങ്കിലും UDF നേടിയ വോട്ടുകൾ BJPയിലേക്ക് പോയ ഒരുപാട് വോട്ടുകൾ UDFയിലേക്ക് തിരിച്ചു വന്നു. കാരണം നേമത്ത് BJP എന്ന് പറയുന്നത് അത്ര വലിയ ശക്തിയായിരുന്നു. പക്ഷേ ഈ നിയോജകമണ്ഡലം പുനഃക്രമീകരിച്ചതിന് ശേഷം നടന്ന 2011 ഇലക്ഷനിൽ രാജഗോപാലിന് ഏതാണ്ട് 2ാം സ്ഥാനം 42,000-ഓളം വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. UDF ആ സീറ്റ് അവസാനം അന്ന് വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിക്ക് നൽകി. പക്ഷേ അവർക്ക് വളരെ മോശപ്പെട്ട ഒരു പെർഫോമൻസേ കാഴ്ചവെക്കാൻ കഴിയും. 3ാം സ്ഥാനത്തേക്ക് BJPയെ കൊണ്ടുപോകാൻ നിയമത്ത് സാധിച്ചു എന്നുള്ളതാണ് BJPയെ അവിടെ നിന്ന് വിജയിക്കാതിരിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കാൻ കഴിയും. അതായത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യിച്ചില്ല എന്നതാണ് നിയമത്തെ മത്സരത്തിന്റെ ഒരു പോസിറ്റീവായ ഔട്ട്കം ആയിട്ട് കാണുന്നത്. തീർച്ചയായും ഇന്നിപ്പോ തൃശ്ശൂരിൽ അങ്ങ് വരുമ്പോഴും ആദ്യം പറഞ്ഞ വാചകം ഞാൻ ശ്രദ്ധിക്കുന്നത് 3ാം സ്ഥാനത്തേക്ക് BJP പോകും. അതായത് തൃശ്ശൂർ മണ്ഡലത്തിൽ വിജയിക്കും എന്നുള്ള സാധാരണ രീതിയിൽ അങ്ങനെയാണല്ലോ. മണ്ഡലത്തിൽ എത്തുമ്പോൾ ഞാൻ 1 ലക്ഷം വോട്ടിന് വിജയിക്കും, 50,000 വോട്ടിന് വിജയിക്കും എന്ന് പറയുന്നതിന് പകരം അങ്ങ് പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് BJP 3ാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ കാരണം എന്താ? കാരണം ഇവിടെ അതിശക്തമായിട്ട് മുന്നേറാൻ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം സുരേഷ് ഗോപി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നൊരു സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്നും അല്പം ചെറിയ ഒരു ഒഴുക്കുണ്ടായി. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ അവരെ തീർച്ചയായിട്ടും അവരെ വളരെയധികം ദുർബലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം കൂടെ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് 3ാം സ്ഥാനത്തേക്ക് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഒരു ഫൈറ്റ് അനുസരിച്ച് നമുക്ക് നടത്താൻ കഴിഞ്ഞാൽ BJP ഇപ്പോഴും 3ാം സ്ഥാനത്ത് തന്നെയാണ്. ഇപ്പോഴും 3ാം സ്ഥാനത്താണ്. പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിലെ ഡെവലപ്മെൻറ്റുകൾ പ്രധാനമാണ്. ഒന്ന്, കരുവണ്ണൂരിലെ EDയുടെ വരവ്. ED വന്നിട്ട് ഒരുപാട് കാലമായി. ED വന്നിട്ട് ഒരുപാട് കാലമായി എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ അറിയാം. അന്നത്തെ സംഭവവികാസങ്ങൾക്ക് ശേഷം ക്രൈംബ്രാഞ്ച് ആദ്യം കേസെടുക്കുന്നു, അവസാനമാണല്ലോ ED വരുന്നത്. ED വന്നു ഒരുപാട് നേതാക്കളെ ചോദ്യം ചെയ്തു. പക്ഷേ ആ ചോദ്യം ചെയ്യലിൻ്റെ ആവേശമൊന്നും പിന്നീട് കാണാനില്ല. AC മൊയ്തീനോ MK കണ്ണനോ ആദ്യ കുറ്റപത്രത്തിൽ ഇല്ലാതായി. അതെ, ആദ്യ കുറ്റപത്രത്തിലില്ല. ഒരു കൗൺസിലർ മാത്രമായി കുറ്റപത്രത്തിലെ പ്രതി. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ ഒരു ദിവസം മുഖ്യമന്ത്രി പെട്ടെന്ന് ഇവിടെ വരുന്നു, പാർട്ടി ജില്ലാ ഓഫീസിൽ വരുന്നു, നേതാക്കൾ വിളിച്ചൊരു ചർച്ച നടത്തുന്നു. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത ദിവസം. പക്ഷേ അതിനുശേഷം EDയുടെ ഒരു നടപടികളും കാണാനില്ല. ഇപ്പോൾ വരും, അവിടെ വരും, ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ചു. അദ്ദേഹം പറഞ്ഞു എനിക്കിപ്പോൾ വരാൻ സൗകര്യമില്ല, എനിക്ക് ഇലക്ഷൻ തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ നിർദ്ദേശം റിജക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ വരും ദിവസങ്ങളിൽ ഡീല് നടക്കും എന്ന് ഞങ്ങൾക്ക്
സംശയമുണ്ട്. അതിന്റെ സൂചനയാണ് ഇന്നലെ പി കെ ബിജുവിനെ 9 മണിക്കൂർ ചോദ്യം ചെയ്തു. ഇന്നിപ്പോൾ എം എം വർഗീസിനെ വീണ്ടും ചോദ്യം പിടിപ്പിച്ചു. പി കെ ഷാജനും ഇ ഡിയുടെ ചോദ്യമുനയിലേക്ക് പോകാം. അത് ഈ ചോദ്യം ചെയ്യൽ ഒരു ഭീഷണിയാണ്, ഒരു ചോദ്യം ചെയ്യലാണ് ഭീഷണി. കാരണം ഇ ഡിയുടെ ചോദ്യം ചെയ്യലിൻ്റെ ഭീഷണി കാരണമാണല്ലോ മഹാരാഷ്ട്രയിലൊക്കെ ചില പാർട്ടി വിട്ടു പോകും. ഒന്നുകിൽ പാർട്ടി വിടും, അല്ലെങ്കിൽ ബോണ്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അടുത്ത ദിവസങ്ങളിലെ പ്രവർത്തനം എന്നുള്ളതാണ് ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കരുവന്നൂരിന്റെ പശ്ചാത്തലത്തിൽ ഒരു ഡീലിനുള്ള സാധ്യതയുണ്ടെന്ന് കെ മുരളീധരൻ. തീർച്ചയായിട്ടും കരുവന്നൂർ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും മാസപ്പടി അടക്കം ഡീൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. കരുവന്നൂരിൽ പക്ഷേ ഒരു അറസ്റ്റ് നടക്കുകയാണെങ്കിൽ താങ്കൾ ഈ ആരോപണം പിൻവലിക്കും? ഞാൻ പറയുന്നു, അങ്ങനെ ഒരു അറസ്റ്റ് നടക്കുമെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇ ഡിയോട് ഞങ്ങൾക്കുള്ള സ്റ്റാൻഡ് എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ ഇ ഡിക്ക് വരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് സി പി എമ്മും ക്രൈംബ്രാഞ്ചുമാണ്. അപ്പോൾ അങ്ങനെ ഇ ഡിയെ ക്ഷണിച്ചു വരുത്താൻ ഇടയാക്കിയ അത്രയേറൊരു ബാങ്ക് കൊള്ളയാണ് അവിടെ. സാധാരണക്കാരനെ കൊള്ളയടിച്ചു, അവിടെ വിശ്വസിച്ച് നിക്ഷേപിച്ചവർ. ഇപ്പോൾ നമുക്ക് പറയാം, ഒരു ബാങ്ക് ഏത് ഭരണസമിതി ഭരിച്ചാലും ആ ബാങ്ക് ആ പ്രദേശത്തെ ജനങ്ങൾക്കൊരു ആശ്വാസമാണ്. അത് LDF ഭരിച്ചാലും UDF ഭരിച്ചാലും. അങ്ങനെ ഒരുപാട് പേര് അവിടുത്തെ നിക്ഷേപകരിൽ കോൺഗ്രസ്സുകാരുണ്ടല്ലോ. മരിച്ച ഒരാൾ കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ, ആത്മഹത്യ ചെയ്ത ഒരാൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ചതിച്ച ഒരു ബാങ്കിനെ കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണം ഇ ഡി ഏറ്റെടുത്തതിന് ശേഷം ഇഴഞ്ഞു നീങ്ങുമ്പോൾ അതിൽ ഞങ്ങൾ പലതും സംശയിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു BJP CPMനുള്ള സാധ്യത, അതല്ലെങ്കിൽ ഒരു ഡീല് നടക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഡീലാണ് താങ്കൾ ഭയക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വെല്ലുവിളി. ഞങ്ങൾ ഭയക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു ഡീല് നടന്നാലും അതൊന്നും താഴെ തട്ടിൽ അങ്ങനെ അധികം ഏൽക്കുന്ന ലക്ഷണമില്ല. കാരണം ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ, അവരങ്ങനെ ഒരു ഡീലിന് കൂട്ടുനിൽക്കണം എന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഡീലും നടക്കില്ല. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. BJP 2ാം സ്ഥാനം, ഇപ്പം ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്. പക്ഷേ BJP 2ാം സ്ഥാനത്ത് വരുന്നതിനെ ഞങ്ങൾ ഒരിക്കലും ഒരിക്കലും അതിനെ നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമാണ്. കാരണം തൃശ്ശൂർ, അതായത് ഈ തിരഞ്ഞെടുപ്പിൽ താങ്കൾ ജയിച്ചാലും BJP 2ാം സ്ഥാനത്ത് വന്നാൽ അത് താങ്കളുടെ രാഷ്ട്രീയ പരാജയമായിട്ട് താങ്കൾ വിലയിരുത്തും? ഞാൻ അതിനെ പരാജയമല്ല, അത് ഭരണകക്ഷിയുടെ ഡീലിൻ്റെ ഭാഗമായി. ശരി.